നമസ്കാരം. നാടിൻ്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവാസി. ഇപ്പം തെരഞ്ഞെടുപ്പ് കാലമാണ്. യാത്രകളും വലിയ പരിപാടികൾ ഇനി സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മുടെ നാട് തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വനിതാ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു ജാഥ വന്നിട്ടുള്ളത്. ഇത് കുണ്ട്രയിൽ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ മേഖലകളിൽ അതിൻ്റെ സ്വീകരണമുണ്ടായിരുന്നു. ആ ജാഥയിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ അത് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പോലും അതൊക്കെ കേരള സമൂഹം ഇപ്പോഴും അനുഭവിക്കുന്നതാണ്. ഇതിപ്പം LDF മാറി അടുത്ത പ്രാവശ്യം UDF വരുമോ വീണ്ടും വരുമോ ഒക്കെ ചെയ്താൽ പോലും ഇതേ പ്രശ്നങ്ങൾ വീണ്ടും അടുത്ത മുന്നണി ചർച്ച ചെയ്യും. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും ഭീകരമായ ദുരവസ്ഥ അതാണ്. നമ്മൾ പറയും മയക്കുമരുന്നിനെ കുറിച്ച്, നമ്മൾ പറയും ഗവൺമെന്റ് ശക്തിയില്ല, ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്നില്ല. പക്ഷെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു? അവർ ധർണ നടത്തുകയും ജാഥ നടത്തുകയും ചെയ്താൽ മതിയോ? അവർ പോസ്റ്റ് വിളിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ മതിയോ? പോരാ. അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എവിടെയൊക്കെയാണ് അതിൻ്റെ സോഴ്സ്? എങ്ങനെയൊക്കെയാണ്? നമ്മളും ആലോചിക്കണം. രണ്ടും അധികാരത്തിന്റെ രണ്ട് വശങ്ങളാണ്. മാറി മാറി 5 വർഷം കഴിയുമ്പോൾ മാറി മാറി വരുമ്പോൾ പരസ്പരം വഴിയാരി മാറുമ്പോൾ പ്രശ്നങ്ങൾ അവശേഷിക്കുന്ന കേരളത്തിന്റെ രീതി ഞാനിപ്പോൾ ജനിച്ചിട്ട് കുറേ നാളായി. എനിക്ക് ഒരു അത്യാവശ്യം ബോധം വന്നു തുടങ്ങിയ അന്ന് മുതൽ ഇത് നമ്മൾ കണ്ടുവരുന്നതാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, പാർട്ടി ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവും. എങ്കിലും സാധാരണക്കാരൻ എന്ന നിലയിൽ, അടിസ്ഥാന വർഗം എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിന് മാറ്റമില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ജാഥയൊക്കെ നല്ലതാണ്, കുറച്ചുകൂടി സാമൂഹ്യ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറി ഇത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ജനപക്ഷത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നാണ് നാട്ടുവട്ടത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം പങ്കുവച്ചുകൊണ്ട് നമുക്കിന്ന് നാട്ടുവട്ടം വാർത്തകളിലേക്ക്. കേരളം ഭരിക്കുന്നത് വികസനങ്ങൾ അട്ടിമറിക്കുന്ന സർക്കാർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയിരുന്ന വിവിധ ഭവന പദ്ധതികൾ ഉൾപ്പെടെ അട്ടിമറിച്ചവരാണ് ഇടത് സർക്കാരെന്ന് PC വിശ്വനാഥ് MLA. വിലക്കയറ്റം വർദ്ധിക്കുന്നു, സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമായി. മഹിളാ കോൺഗ്രസ് കേരളപുരം മണ്ഡലം കമ്മിറ്റി മഹിളാ സാഹസ്യാത്ര സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലീന രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ജെബി മേത്തർ MP മുഖ്യ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബീന ജെയിംസ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ, ബീന ബീഗം, സീന ജെയിംസ്, പ്രഭ സുദർശനൻ, അഡ്വക്കേറ്റ് വാഹിദ, സിന്ധു ഗോപൻ, പ്രസന്ന പയസ് എന്നിവർ സംസാരിച്ചു. 3 കാര്യങ്ങളാണ് ഇതിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട മുന്നൊരുക്കമാണ് മഹിളാ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നത്. ഒരു സന്തോഷമുള്ളത്, കഴിഞ്ഞ ദിവസം SIR-മായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞാനാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. നമ്മൾ അവിടെ വലിയ എതിർപ്പ് ഉയർത്തി. ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും വീണ്ടും ഒരു ഇനോമിനേഷൻ പ്രോസസ്സിൽ കൂടി കടന്നു പോകണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആ മീറ്റിംഗിൽ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇന്നലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കേരളത്തിൽ SIR ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ UDF-ന്റെ RSP ആ മീറ്റിംഗിൽ പങ്കെടുത്തു. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് എല്ലാം ആ മീറ്റിംഗിൽ പങ്കെടുത്തു. ആ മീറ്റിംഗിൽ നമ്മൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം UDF-ലെ മൊത്തം കക്ഷികളും അത് ആവർത്തിച്ചു. അത് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും SIR-മായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിന് ശേഷം അവർ ആദ്യമായി ഒരടി മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ, അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനങ്ങൾ, അദ്ദേഹം നടത്തുന്ന പരിശോധനകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തലുകൾ, അതിലൊന്നും തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ കൃത്യമായ ഒരു മറുപടി പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആ പോരാട്ടത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. 2 സർക്കാരുകളും ജനവിരുദ്ധ സർക്കാരുകളാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ ജനവിരുദ്ധമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി മാത്രം ഉദാഹരണമായിട്ട് എടുത്താൽ മതി, അല്ലേ? സോണിയാഗാന്ധി കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയാണോ ഇപ്പോഴത്തെ തൊഴിലുറപ്പ് പദ്ധതി? മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു. നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് 100 ദിവസം തൊഴിൽ കിട്ടിയ എത്രയോ ആളുകൾ ഈ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇന്ന് 100 ദിവസം തൊഴിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചു അക്ഷരാർത്ഥത്തിൽ. അപ്പോ കേന്ദ്ര സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. സംസ്ഥാന സർക്കാരാണെങ്കിൽ വെള്ളക്കരം കൂട്ടി, കറണ്ട് ചാർജ് കൂട്ടി, ബസ് ചാർജ് കൂട്ടി,
അതുപോലെ പിന്നെന്തൊക്കെയാണ് ഭൂമി നികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ലൈഫ് ഭവന പദ്ധതി ആകെ അട്ടിമറിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നു ലൈഫുമായി ബന്ധപ്പെട്ട് 4 ലക്ഷം രൂപ 7 ലക്ഷം രൂപയാക്കി ഉയർത്തണം എന്ന് ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കാരണം 4 ലക്ഷം രൂപയ്ക്ക് ഇന്ന് എവിടെങ്കിലും ഒരു വീട് പണിയാൻ പറ്റുമോ? പറ്റില്ല. മന്ത്രി സജി ചെറിയാന്റെ ഓഫീസിലെ കക്കൂസ് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി 4 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവാക്കിയത്. ഒരു മന്ത്രിയുടെ ഓഫീസിലെ ടോയ്ലറ്റ് ശരിയാക്കാൻ 4 ലക്ഷം രൂപ ചെലവാക്കുന്നവർ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ 4 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കണം. അത് ഒരുമിച്ച് കൊടുക്കുമോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്തിന് ഭവന പദ്ധതി ഉണ്ടായിരുന്നു, ഇല്ലേ? പട്ടികജാതി വകുപ്പിന് ഭവന പദ്ധതി ഉണ്ടായിരുന്നു, പട്ടികവർഗ വകുപ്പിന് ഭവന പദ്ധതി ഉണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളി വകുപ്പിന് ഭവന പദ്ധതി ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ വകുപ്പിന് ഭവന പദ്ധതി ഉണ്ടായിരുന്നു, ഇല്ലേ? അതെല്ലാം അട്ടിമറിച്ച് ലൈഫ് എന്ന് പേരിട്ട് ഇപ്പോ ഈ പഞ്ചായത്തിൽ 2020 ലിസ്റ്റിലെ എത്ര പേർക്ക് വീട് കൊടുത്തിട്ടുണ്ട്? ഒരുപാട്. ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ 1474 മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി നമ്മൾ ഈ യാത്ര ജനുവരി 4-ാം തീയതി മുതൽ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽജി ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ യാത്ര ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ വിരൽ ചൂണ്ടുന്നതും ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്നത് നമ്മൾ കണ്ടു, മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടു. നിങ്ങളുടെ MLA ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ വികാരം ഒപ്പിയെടുത്തുകൊണ്ടാണ് ജനങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ സംസാരിച്ചത്. നമ്മൾ വിരൽ ചൂണ്ടുന്നതും പ്രതികരിക്കുന്നതും എല്ലാം ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്, ജനദ്രോഹ നടപടികൾക്കെതിരെയാണ്. മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഏത് മേഖല എടുത്തു നോക്കിയാലും ആരോഗ്യ മേഖലയുടെ തകർച്ച, ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കോട്ടയത്ത് ഒരമ്മ മകന് വേണ്ടി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മകൻ അടുക്കളയിൽ വന്ന് കഴുത്തിൽ വെട്ടി ആ അമ്മയെ കൊലപ്പെടുത്തിയത്. ആ മരിച്ച അമ്മയുടെ സഹോദരി പറഞ്ഞത് ഈ മകൻ 10ാം ക്ലാസ് മുതൽ ലഹരിക്കടിമയാണ് എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അത് കോട്ടയത്ത് മാത്രം സംഭവിച്ചു. കോട്ടയത്ത് മാത്രമല്ല, താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് ഒരു മകൻ മാധ്യമങ്ങളെ നോക്കി പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണ് ആ ഉമ്മക്ക് കൊടുത്തത്. എത്ര ദയനീയമായ വേദനാജനകമായ സാഹചര്യങ്ങളിലാണ് കേരളത്തിലെ അമ്മമാർ. മകൻ വീട്ടിലേക്ക് വന്നാൽ ഭയമാണ്. അവന് അമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം രാസലഹരിക്ക് അടിമയാണ് എന്ന് നിസ്സഹായരായി പറയുന്ന അമ്മമാരുടെയും നിസ്സഹായരായി മാനസിക സംഘർഷം അനുഭവിക്കുന്ന പറയാത്ത അമ്മമാരുടെയൊക്കെ അവസ്ഥ കേരളം ഇന്ന് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്പത്തീരടി കളറിയവായ കളരി ഗുരുനാഥനവായ അമ്പത്തീരടി കളറിയവായ കളരി ഗുരുനാഥനവായ
നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. നവജീവൻ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കസ്തൂരി ജോസഫിന്റെ പലായനം എന്ന കൃതി ചർച്ച ചെയ്തു. സാഹിത്യകാരി നജ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ സക്കീർ ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തി. സാഹിത്യകാരനും ഗായകനുമായ ഇടവ സാഗർ, സാഹിത്യകാരന്മാരായ ബിജു പുത്തൻവിള, ചന്ദ്രബോസ് പുന്തലത്താഴം, കസ്തൂരി ജോസഫ്, നജ ഹുസൈൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി അൽ അമീൻ, പ്രസിഡന്റ് സുഭാഷ് കൊറ്റങ്കര, പഞ്ചായത്ത് അംഗം നജിയത്ത് നിയാസ്, കൊറ്റങ്കര പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ അർജുനൻ പിള്ള, അൻസാർ മുഹമ്മദ്, മുൻ പഞ്ചായത്ത് അംഗം നിയാസ്, സനൽ കോടാമ്പിള, സനൽ എന്നിവർ സംസാരിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക. കേരള യുക്തിവാദി സംഘം. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ കുട്ടികളെ ശാസ്ത്രബോധമുള്ള മികച്ച പൗരന്മാരായി വളർത്തുന്നതിന് പകരം അവരെ അന്ധവിശ്വാസികളായി തീരാൻ മാത്രമേ ഉപകരിക്കൂ എന്നും ഇത്തരം നയങ്ങൾ അവസാനിപ്പിക്കണമെന്നും കേരള യുക്തിവാദി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഒരു മതേതര ഭരണഘടനയുള്ള രാജ്യത്തിന് യോജിക്കാത്ത രീതിയിലുള്ള നയ സമീപനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപേക്ഷിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ശക്തിധരൻ, സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവം, ട്രഷറർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സുധീഷ് ശങ്കരൻ ജില്ലാ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി ശൂരനാട് ഗോപൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് ജോയ് അശോക് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി B വിനുകുമാർ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികൾ ജോയ് അശോക് പ്രസിഡന്റ്, E സന്തോഷ് കുമാർ സെക്രട്ടറി, താജ് ഗോപൻ ട്രഷറർ. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MVG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കിയിട്ടുള്ള 21 ഹ്രസ്വ ചിത്രങ്ങൾ, ഒരു മാസം ഒരു ഹ്രസ്വ ചിത്രം എന്ന ലക്ഷ്യത്തോടെ വളരെ ആശങ്കയോടു കൂടിയാണ് ലൈല ക്രിയേഷൻസ് ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. വളരെയേറെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും നിരാശകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു മാസവും മുടങ്ങാതെ ഞങ്ങൾക്ക് ഇതുവരെ ഈ മാസം വരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന ആഹ്ലാദമുണ്ട്. ഞങ്ങളോട് വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഞങ്ങളെ ഇപ്പോഴും
കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്നത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അവരുടെ പേരുകൾ മനഃപൂർവ്വം ഞങ്ങൾ പറയുന്നില്ല. ആ സ്നേഹവും കടപ്പാടും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ സൂക്ഷിക്കട്ടെ. ഒപ്പം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ പരസ്യമായി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ മാസത്തെ സിനിമ ഈ മാസം തന്നെ റിലീസ് ചെയ്യും. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ആ സിനിമയും നിങ്ങൾ കാണണം. ഏറ്റവും അവസാനമായി ഞങ്ങൾ പുറത്തിറങ്ങിയ കഴിഞ്ഞ മാസത്തെ സിനിമ പ്രതികം ഒരു വ്യത്യസ്തമായ പ്രമേയമാണ്. വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരെയും അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കണ്ടിട്ടില്ലാത്തവർ ഇന്ന് തന്നെ സിനിമ കാണുകയും നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നമുക്ക് വീണ്ടും നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ നാളെ രാത്രി കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.